ഹായ് നമസ്കാരം, എല്ലാവർക്കും ടെക് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്. നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. സോ നമ്മുടെ ഫോണിലുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല എന്നുള്ളത്. സോ അതിനുള്ളൊരു പരിഹാരമാണ് ഈ വീഡിയോ. നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ ഡെയിലി ഫേസ്ബുക്ക്, വാട്സാപ്പ്, മെസ്സഞ്ചർ, ഹൈക്ക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും. അതെത്ര ക്ലോസ് ചെയ്താലും വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എങ്ങനെ ബാറ്ററി ചാർജ് നിർത്താമെന്നുള്ളത്. അതിനായി നിങ്ങൾ ഫോണിൽ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഫോണിൽ പ്ലേ സ്റ്റോർ എടുക്കുക. അതിനുശേഷം അവിടെ ഗ്രീനിഫൈ എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രീനിഫൈ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായി സജഷൻ വരുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ചോദിക്കുന്ന പെർമിഷനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 1.88 MB മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തതാണോ റൂട്ട് ചെയ്യാത്തതാണോ എന്നൊക്കെയുള്ളതാണ് ചോദിക്കുന്നത്. എൻ്റെ ഫോൺ റൂട്ട് ചെയ്തതല്ല, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ കൊടുത്തു. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫോണിൻ്റെ ലോക്കിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഫോണിൽ ലോക്ക് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാം. യെസിൻ്റെ അവിടെ ടിക്ക് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് അടിക്കാം. പിന്നെ ഓട്ടോമാറ്റിക് ഹൈബർനേഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും താഴെ ഓപ്ഷൻ ഉണ്ട്, എല്ലാം നല്ലോണം വായിച്ച് നോക്കുക. ഏറ്റവും താഴെ നോട്ട് നൗ ഡിസേബിൾ ഓട്ടോ ഹൈബർനേഷൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇടാൻ പെർമിഷൻ കൊടുക്കുക. അവിടെ ഗ്രീനിഫൈ എന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഏറെക്കുറെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. വീണ്ടും ബാക്ക് വന്നിട്ട് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ചെയ്യേണ്ടത് അത് മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ആ ആപ്ലിക്കേഷനെല്ലാം നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കാവുന്നതായിരിക്കും. ഞാൻ ഇത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കുറേ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ വരും. ഇപ്പോൾ ഈ 3 ആപ്ലിക്കേഷനാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്ത് ഹൈബർനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മാനുവലായിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. മാനുവലായിട്ട് ചെയ്യാൻ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഈ 3 സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈബർനേറ്റ് ചെയ്യും. മാനുവൽ അല്ലാതെ നമുക്കൊരു വിഡ്ജറ്റ് വഴി എങ്ങനെയാണ് ഹൈബർനേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഫോണിൻ്റെ വിഡ്ജറ്റ് എടുക്കുക. ഇപ്പോൾ ഗ്രീനിഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അവിടെ. അത് ലോങ് പ്രസ് ചെയ്ത് നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നിടുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ആക്സസിബിലിറ്റി. അത് ഗ്രീനിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് ഓക്കെ കൊടുക്കുക. വീണ്ടും ബാക്ക് വരിക. വീണ്ടും ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. എല്ലാ ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഫോർ സ്റ്റോപ്പ് ആവുന്നതായിട്ട് കാണിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ആപ്ലിക്കേഷൻ എടുക്കാതെ നമുക്ക് അതിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ റണ്ണിങ് ആണെന്ന്. അതിന് സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ എടുക്കുക. റണ്ണിങ് ആപ്ലിക്കേഷൻ ഏതാ നോക്കാം. ഫോണിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ അല്ലാതെ
നമ്മൾ ഹൈബർനേറ്റ് ചെയ്യാൻ ടിക്ക് കൊടുക്കാത്ത ആപ്ലിക്കേഷൻ അല്ലാതെ വേറൊരു ആപ്ലിക്കേഷനും വർക്കിംഗ് അല്ല. നമ്മൾ ടിക്ക് കൊടുത്ത ആപ്ലിക്കേഷൻ എല്ലാം ഹൈബർനേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ഫോണിൻ്റെ ബാറ്ററി ചാർജ് നിർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ടെക് വൺ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കുക.